إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അവൻ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും എത്ര തന്നെ നന്മയിൽ അവൻ മുന്നേറിയാലും അവന്റെ ഹൃദയം ഭയപ്പെടുന്ന ഹൃദയമായിരിക്കും. അവൻ നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് തങ്ങൾ മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്നോർത്തുകൊണ്ട് ഭയപ്പെടുന്ന ഹൃദയങ്ങളായിരിക്കും. തങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്നവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. റമദാനിന് ശേഷം സലഫുസ് സാലിഹീങ്ങൾ, സച്ചരിതരായിട്ടുള്ള മുൻഗാമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തങ്ങളുടെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി 6 മാസത്തോളം അവർ ദുആ ചെയ്യുമായിരുന്നു. നാം ഇപ്പോൾ റമദാൻ മാസം പൂർത്തിയാക്കി. അതിന്റെ ഖൈറുകളും ബറക്കത്തുകളും നാം കരസ്ഥമാക്കി. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും സദഖ കൊണ്ടും മറ്റനേകം സൽക്കർമ്മങ്ങളെ കൊണ്ടും നാം അല്ലാഹുവിലേക്ക് ധാരാളം നന്മകൾ കൊണ്ട് മുന്നേറി. എന്നാൽ പോലും ഒരു മുസ്ലിം അവൻ ഹൃദയത്തിൽ ഭയമുള്ളവനായിരിക്കും. അല്ലാഹു തആല തന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുവോ അതല്ല തന്റെ സൽക്കർമ്മങ്ങൾ തള്ളപ്പെട്ടുവോ എന്നവൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിനയവും താഴ്മയും ഇബാദത്തുകളും അവന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തെപ്പറ്റി ഒരിക്കലും അവൻ നിർഭയനായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന് ഹൃദയങ്ങളിൽ ഭയമുള്ളതോടൊപ്പം തന്നെ അവർ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാണ്. അവരത്രേ നന്മകളിൽ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നേറുന്നവർ. അവരാണ് ആ കാര്യത്തിൽ മുൻകടന്നവരും. അതേ സഹോദരങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്ന ഹൃദയങ്ങളായിരിക്കും അല്ലാഹു തആലയെ കുറിച്ച്. തങ്ങളുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുമോ എന്ന ഭയം. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഹുമല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. മദ്യപിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അതായത് അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്ന ഹൃദയങ്ങളായിരിക്കുമെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷത ബിൻത സിദ്ദീഖ് ഹുമുല്ലദീന യുസല്ലൂൻ വയസൂമൂൻ വയതസദ്ദഖൂൻ വലാകിന്നഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. ആയിഷ റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ നമസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സദഖ ചെയ്യുന്നവരാണ്. എന്നാൽ അതോടൊപ്പം തന്നെ തങ്ങളിൽ നിന്ന് അല്ലാഹു തആല അത് സ്വീകരിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അവരാണ് നന്മകളിൽ മുന്നേറുന്നവർ.
അവരാണ് നന്മകളിൽ മുൻകടക്കുന്നവർ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ അവസ്ഥ അങ്ങനെയാണ്. അവൻ എത്ര കണ്ട് നന്മയിൽ മുന്നേറിയാലും ഖൈറുകളിൽ മുൻകടന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. റമദാനിൽ അവർ തുടർന്നിരുന്നത് പോലെ തന്നെ റമദാനിന് ശേഷവും അവന് മരണം വന്നെത്തുന്നവരെയും അവൻ ഖൈറുകളിൽ മുന്നേറും, നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുക. സഹോദരങ്ങളെ, നാം റമദാനിനോട് വിട പറഞ്ഞുവെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളോടും നാം വിട പറഞ്ഞിട്ടില്ല. മറിച്ച് നാം അല്ലാഹുവിന്റെ അടിമകൾ തന്നെയാണ്. റമദാനിൽ നാം അല്ലാഹുവിന്റെ അടിമകളായിരുന്നത് പോലെ തന്നെ റമദാനിന് ശേഷമുള്ള മാസങ്ങളിലും നാം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾ മാത്രമാണ്. നമ്മുടെ ജീവിതവും മരണവുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. സഹോദരങ്ങളെ, നോമ്പിന്റെ മാസം റമദാനിന് ശേഷം ആ നോമ്പ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നോമ്പെടുത്തവരുടെ ഹൃദയത്തിന്, നമസ്കരിച്ചവരുടെ ഹൃദയത്തിന്, സ്വതക്ക നൽകിയവരുടെ ഹൃദയത്തിന്, ഖുർആൻ പാരായണം ചെയ്തവരുടെ ഹൃദയത്തിന് ആ മാസം എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് സ്വാധീനമാണ് ആ മാസം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്കുണ്ടായിട്ടുള്ളത്? അതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒരുവൻ അവന്റെ വഴി നേരെയാക്കുക എന്നത്. തെറ്റായ പാതയിൽ ചലിക്കുന്നവൻ ശരിയായ പാതയിലേക്ക് മുൻകടക്കും, അവന്റെ തെറ്റുകളെ ശരിപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്തിന് തൊട്ട് അശ്രദ്ധയിലാവൻ ആ ശ്രദ്ധയിൽ നിന്നുണരും. എന്നാൽ റമദാനിന് ശേഷം ഒരുവൻ അവന്റെ മുമ്പുള്ള മോശമായ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ, അല്ലാഹു തആല ഹറാമാക്കിയ തിന്മകളിലേക്ക് അവൻ മടങ്ങുന്നവനാണെങ്കിൽ എന്തു സ്വാധീനമാണ് റമദാൻ കൊണ്ട് അവന്റെ ഹൃദയത്തിനുണ്ടായിട്ടുള്ളത്? നോമ്പ് കൊണ്ട് എന്ത് തഖ്വയാണ് അവൻ കൈവരിച്ചിട്ടുള്ളത്, കരസ്ഥമാക്കിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിയമമാക്കിയിട്ടുള്ളത് തന്നെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഒരുവൻ അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും അവന്റെ സൽക്കർമ്മങ്ങളും മറ്റു ഇബാദത്തുകളും അവന്റെ ഹൃദയത്തിന് യാതൊരു സ്വാധീനവും ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹു തആലയെ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രത്തെ അവൻ ഭയപ്പെടണം. ഒരു മനുഷ്യൻ റമദാനിൽ മാത്രമല്ല, ബാക്കിയുള്ള അവന്റെ ജീവിതത്തിൽ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും അവൻ അല്ലാഹുവിന്റെ അടിമയായിരിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് റമദാൻ കഴിയുന്നതോടുകൂടി, ശവ്വാലിന്റെ പിറവി കണ്ടതോടുകൂടി ഇബാദത്തുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും സംസാരങ്ങളിലേക്കും അവൻ മടങ്ങിപ്പോകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തതുപോലെ വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, ഉറപ്പോടുകൂടി നൂൽനൂറ്റ ശേഷം പിന്നീട് അത് ഓരോ ഇഴകളായിക്കൊണ്ട് പിരിയുടച്ച് കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങളായി പോകരുത്. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നന്മകൾ കൊണ്ട് മുന്നേറിയതിനു ശേഷം റമദാനിന് ശേഷം ആ നന്മകളെല്ലാം പാഴാക്കി കളയുന്ന തിന്മകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിക്കൂടാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ളതാണ്. അവരുടെ അലങ്കാരങ്ങളെ കൊണ്ടോ വസ്ത്രങ്ങളെ കൊണ്ടോ അവർ പുരുഷന്മാർക്ക് ഫിത്നയുണ്ടാക്കരുത്. ശറഈയായി കൊണ്ടുള്ള ഹിജാബ് അവൾ ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. നബിയെ, നിന്റെ ഭാര്യമാരോടും പെൺമക്കളോടും മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും അവരുടെ മൂടുപടങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ വേണ്ടി നീ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം മുഅ്മിനത്തായ ഒരു സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. അവരുടെ സ്വാലിഹത്തായ മുൻഗാമികളായിട്ടുള്ള സ്ത്രീകളെ ചെയ്തതുപോലെ നേരെ മറിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ സൗന്ദര്യ പ്രകടനം അവൾ നടത്തരുത്. വലാ തബർറുജന തബർറുജൽ ജാഹിലിയത്തിൽ ഊല. സഹോദരങ്ങളെ, ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്, ഈദിന്റെ ദിവസം,
അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പ് പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയതിന്റെ പേരിൽ നാം സന്തോഷിക്കുന്നവരാണ്. ഈദിന്റെ ദിവസങ്ങളിൽ, പെരുന്നാളിന്റെ ദിവസങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി അനുവദിച്ച മാർഗങ്ങളിലൂടെ ആയിരിക്കണം ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം സന്തോഷിക്കേണ്ടത്. ഈദിന്റെ ദിവസത്തിലാകട്ടെ അല്ലാത്ത ദിവസങ്ങളിലാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിലൂടെ ഒരു മുഅ്മിൻ സന്തോഷം ആഗ്രഹിക്കരുത്. എന്നാൽ ഇന്ന് ഒരുപാട് മുസ്ലിമീങ്ങൾ ഹറാമായ മാർഗങ്ങളിലൂടെ സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സംഗീതം കൊണ്ടും ലഹരി കൊണ്ടും മദ്യം തുടങ്ങിയിട്ടുള്ള അല്ലാഹു തആല ഹറാമാക്കിയ മറ്റനേകം കാര്യങ്ങൾ കൊണ്ട് സന്തോഷം തേടുന്നവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസ്വ ഉലൈക ലഹും അദാബുൻ മുഹീൻ. യാതൊരു അറിവുമില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കളയുവാൻ, ദീനിനെ പരിഹാസ്യമാക്കി തീർക്കുവാൻ വേണ്ടി സംഗീത വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, അവർക്ക് അപമാനകരമായിട്ടുള്ള ശിക്ഷയാണുള്ളത്. സഹോദരങ്ങൾ, ഒരു മുസ്ലിം അവന്റെ സന്തോഷം കണ്ടെത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗങ്ങളിലൂടെ ആയിരിക്കണം. അല്ലാഹുവിനോടുള്ള അനുസരണയിലൂടെ ആയിരിക്കണം ഒരു മുസ്ലിം സന്തോഷിക്കേണ്ടത്. അല്ലാഹുവിനോടുള്ള ഇബാദത്തുകൾ കൊണ്ടായിരിക്കണം ഒരു മുസ്ലിം സന്തോഷിക്കേണ്ടത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ, നീ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവനിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടുമാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്. അതാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഫനസലുല്ലാഹിൽ അലിയൽ അദീം ബിമന്നിഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും ലികുല്ലി ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരിൻ വദൈർ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والمشركين يا رب العالمين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في غزة. اللهم انصر إخواننا المسلمين في غزة. اللهم عليك باليهود والنصارى والمشركين يا رب العالمين. اللهم عليك باليهود المعتدين. اللهم عليك باليهود الغاصبين. اللهم عليك بهم. اللهم عليك بدولتهم. اللهم أرنا فيهم عجائب قدرتك يا قوي يا متين. والحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. إن الحمد لله نحمده